Welcome to Machinery World. താങ്ക് യു. നമ്മുടെ ഈ സ്റ്റാളില് ഇപ്പൊ ഡിസ്പ്ലേയിലുള്ള മെഷീൻസ് എന്തൊക്കെയാണെന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമല്ലോ. ഇപ്പോൾ നമ്മൾ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുള്ളത് ഒന്ന് എക്കോ സോൾവെന്റ് ആണ്. ഓക്കെ. പിന്നെ ഒന്ന് UV പ്രിന്റർ ആണ്. ഇപ്പോൾ നമ്മൾ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുള്ളത് ഓക്കെ. കഴിഞ്ഞ 22 വർഷമായിട്ട് നമ്മൾ ഈ സൈനേജ് ഇൻഡസ്ട്രിക്ക് ആവശ്യമായ എല്ലാ മെഷീനറീസും സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ മെയിനായിട്ട് സ്റ്റാർട്ടിങ് തൊട്ട് നമ്മളെ സോൾവെന്റ് പ്രിന്ററുകളുടെ വലിയ 10 ഫീറ്റിന്റെ വലിയ സോൾവെന്റ് പ്രിന്ററുകൾ, അതായത് ബിഗസ്റ്റ് അവൈലബിൾ സോളൻ പ്രിന്റർ ഇപ്പൊ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വേഗത്തിൽ പ്രിന്റ് അടിക്കാൻ പറ്റുന്ന 1024i ആ ഹെഡുള്ള മെഷീൻ, അതുപോലെ തന്നെ കൊണികട 512i എന്ന വലിയ സോൾവെന്റ് പ്രിന്റേഴ്സ് ഉണ്ട്. അതായത് മൾട്ടി ബ്രാൻഡ് സോളൻ പ്രിന്റേഴ്സ്. അതെ, അതായത് ബ്രാൻഡ് എന്ന് പറയാൻ പറ്റൂല. നമുക്ക് വ്യത്യസ്ത, അതായത് പ്രൊഡക്ടിവിറ്റി കൂടിയത്, ഒരു ആവറേജ് പ്രൊഡക്റ്റ് ഉള്ളത്, ക്വാളിറ്റി വൈസ് ഒക്കെ ആയിട്ടാണ് ഇത് വരുന്നത്. അതിന്റെ ഫീച്ചേഴ്സിനനുസരിച്ചുള്ള പ്രൈസിലും വ്യത്യാസമുണ്ട്, അതിന്റെ പെർഫോമൻസിലും വ്യത്യാസം വരും. പിന്നെ വരുന്നത് നമുക്ക് എക്കോ സോൾവെന്റ് ആണ്. അത് ഈ കാണുന്ന മെഷീന്. പിന്നെ വരുന്ന UV എക്കോ സോൾവെന്റ് പോലെ തന്നെ UV റോൾ ടു റോൾ പ്രിന്ററുകൾ. ഇത് സെഡ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. ചൈനീസ് തന്നെ നല്ലൊരു പ്രീമിയം ബ്രാൻഡാണ് ഇത് വരുന്നത്. ഇത് 6 ഫീറ്റ് ആണ്. പിന്നെ നമുക്ക് ഫ്ലാറ്റ് ബെഡുകളുണ്ട്. 8x4 ഫ്ലാറ്റ് ബെഡ് ഉണ്ട്. അതിൽ നമുക്ക് ടൈല്, ഗ്ലാസ്, അതേപോലെ അക്രലിക്, ACP ഷീറ്റിലൊക്കെ ഡയറക്റ്റ് പ്രിന്റ് ചെയ്യാൻ പറ്റും. സാധാരണ ഇതുപോലത്തെ മെഷീനുകളിൽ നമുക്ക് റോൾ ടു റോൾ ആണ് ഹാൻഡ്ലിംഗ് വരുന്നത്. ഒരു റോളിന്ന് അടുത്തടിച്ചിട്ട് ഫ്രണ്ടിൽ റോൾ ടു റോൾ എന്ന് അതിന് പറയാം. ഇത് നമുക്ക് ടൈല്, അതുപോലെ തന്നെ ഗ്ലാസ്, പിന്നെ ഈ പറയുന്ന മൾട്ടിമീഡിയയിലും പ്രിന്റ് ചെയ്യാം. എല്ലാ മീഡിയയിലും പ്രിന്റ് ചെയ്യാൻ പറ്റുന്ന ഫ്ലാറ്റ് ബെഡുകൾ അവൈലബിൾ ആണ്. അതും 8x4, 5x3, 3x2 എന്ന സൈസുകളിൽ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് വരുന്നത് ഈ കാണുന്ന ലെറ്റേഴ്സ് ഒക്കെ മേക്ക് ചെയ്യുന്ന അക്രലിക് കട്ടിംഗ് മെഷീന്, അതേപോലെ തന്നെ CNC വുഡ് കട്ടിങ്ങും എൻഗ്രേവിങ്ങും CNC റൗട്ടർ എന്നീ മെഷീനുകളാണ് നമ്മൾ ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മെഷീൻ ചെയ്യുക മാത്രമല്ല, ഒരാൾക്ക് മെഷീൻ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ സർവീസ് കാര്യങ്ങള് പ്ലസ് ട്രെയിനിങ് ഉണ്ടാവും, എല്ലാം കൊടുക്കും. A to Z കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മാത്രമല്ല, നമുക്ക് മെഷീന്റെ സപ്ലൈ കൂടാതെ നമുക്ക് പ്രിന്റിംഗ് സർവീസ് ഉണ്ട്. അതേപോലെ സൈനേജ് നമ്മൾ ലെറ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജോബ് വർക്കും ചെയ്യുന്നുണ്ട്. മെഷീൻ സപ്ലൈ ചെയ്യുന്നു. മെഷീൻ സപ്ലൈ നമ്മൾ നൈൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് ബേസ് ചെയ്തുള്ള കമ്പനിയാണ്. കൊച്ചിയിൽ ബ്രാഞ്ച് ഉണ്ട്. നമ്മൾ പുറത്തേക്കും മെഷീൻ കൊടുക്കലുണ്ട്. ഔട്ട് ഓഫ് കൺട്രി ഒക്കെ മെഷീൻ സെയിൽ ചെയ്യലുണ്ട്. അതായത് in a nutshell, across the country and outside the country also you are doing sales of all these kinds of machines. Great. So ഇപ്പം ഈ നമ്മുടെ കേരളത്തിലെ മാർക്കറ്റിന്റെ ഗ്രോത്ത് എങ്ങനെ കാണുന്നുണ്ട്? കേരളത്തിലെ ഈ പിന്നെ പ്രിന്റിംഗ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ അഡ്വർടൈസിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രിന്റിംഗ് ആദ്യകാലത്തൊക്കെ ഷോപ്പുകൾക്ക് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, ഫ്ലക്സ് കൊണ്ടുള്ള ബോർഡായിരുന്നു. പിന്നെ അത് ബാക്ക് ലൈറ്റ് ആയി. പിന്നെ ഇപ്പൊ 3D ലെറ്റേഴ്സ് ആയി. പിന്നെ LED മാറി. അങ്ങനെ ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമ്മളും മെഷീനറിയിലൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഇപ്പൊ നമുക്ക് ആർക്കും ഇപ്പൊ സോൾവെന്റ് പ്രിന്റർ ആരും ഇപ്പൊ ആവശ്യപ്പെടാറില്ല. ഇപ്പൊ എല്ലാം UV മാറി തുടങ്ങി. UV മാറുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ബാക്കിൽ നിന്ന് ലൈറ്റ് ഇട്ടാൽ നല്ല എഫക്റ്റ് ആയിരിക്കും. പിന്നെ മാത്രമല്ല, പ്രിന്റിന്റെ കാലാവധി സാധാരണ സോൾവെന്റിൽ അടിക്കുന്ന ഒരു പ്രിന്റ് പറഞ്ഞാൽ ഒരു 1.5 വർഷം 2 വർഷം കഴിഞ്ഞാൽ ഫെയ്ഡ് ആയി പോകും. ഇത് UV ആവുമ്പോൾ നമുക്ക് ഒരു 5 വർഷമൊക്കെ നല്ല രീതിയിൽ ഫെയ്ഡ് ആവാതെ ഹൈ ക്വാളിറ്റി ബ്രൈറ്റ്നസ്സിൽ നമുക്ക് ഡിസ്പ്ലേയിൽ കിട്ടും. അപ്പൊ മാർക്കറ്റില് ട്രെൻഡിങ് മാറുന്നതിനനുസരിച്ച് നമ്മൾ മെഷീനറിയിലും അപ്ഡേഷൻ നടത്താറുണ്ട്. ഈ മേഖലയില്, അതായത് സൈനേജ് ഇൻഡസ്ട്രിയില് പൊതുവെ ഒരു റെവല്യൂഷണറി ചേഞ്ച് അബ്രപ്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട് എന്നുള്ള ഒരു ഇത്, അത് വെറും ഒരു മിത്താണോ അതോ ഇസ് ഇറ്റ് എ റിയാലിറ്റി? റിയാലിറ്റി തന്നെയാണ്. നമുക്ക് നല്ല ചേഞ്ചസ് വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അതായത് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്, ലേറ്റസ്റ്റ് പിന്നെ ടെക്നോളജീസ് എമർജ് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പൊ നമുക്കിപ്പോ ഓരോ മെഷീനറി, ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മള് ലേസർ കട്ടിംഗ് മെഷീൻ ഉണ്ട്. ലേസർ കട്ടിംഗ് മെഷീൻ ഇപ്പോൾ CCD വെച്ച് തുടങ്ങി. ക്യാമറ വെച്ച് സെൻസ് ചെയ്തിട്ട് നമ്മൾ ഫ്ലാറ്റ് ബെഡിൽ പ്രിന്റ് ചെയ്ത ഒരു മെറ്റീരിയൽ
അത് നമ്മൾ ഈ ലേസർ കട്ടിംഗ് മെഷീനിൽ വെച്ചിട്ട് CCD വെച്ചിട്ട് സെൻസ് ചെയ്തിട്ട് കട്ട് ചെയ്യും. അങ്ങനെ ചെയ്യുന്നുണ്ട്. അതേപോലെ ഡബിൾ നോസിൽ വെച്ചിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഫ്ലാറ്റ് ബെഡിൽ CCD വെച്ചിട്ട് വരുന്നുണ്ട്. അപ്പോൾ ടെക്നോളജി ഏത് ഫീൽഡിലും മാറും. ഒരു ടെക്നോളജിയില് അബ്രപ്റ്റ് ചേഞ്ച് ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ അതെ. അതായത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു വർഷം പോലും ഒരു ടെക്നോളജി സസ്റ്റെയിൻ ചെയ്യുന്നില്ല. ഇല്ല. അപ്പൊ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ എക്കോസോൾവെന്റ് പ്രിന്റർ 2 വർഷം മുന്നേ ഇതിന്റെ സ്പീഡ് ഇതല്ലായിരുന്നു. യെസ്, ക്വാളിറ്റി ഇതല്ലായിരുന്നു. ഇറ്റ്സ് എ റിയാലിറ്റി. ഇറ്റ് ഹാസ് ബിക്കം എ റിയാലിറ്റി. അതെ. നമുക്ക് അതിന്റെ തിയറി അല്ലാതെ അതിന്റെ ഇതൊക്കെ സെയിം ആണ്. പക്ഷെ അതിൽ വരുന്ന സ്പെയർ പാർട്സുകളും അതിന്റെ ടെക്നോളജിയൊക്കെ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യകാലത്ത് വന്ന് എപ്സൺ XP600 എന്ന് പറഞ്ഞ ഹെഡ് ആയിരുന്നു. ഇപ്പോൾ അത് മാറിയപ്പോൾ i3200 ആയി. അപ്പോൾ ഡബിൾ സ്പീഡായി, ഡബിൾ ക്വാളിറ്റി ആയി. ഓക്കെ, നമ്മളിപ്പോൾ മൊബൈൽ ഫോണൊക്കെ പറയുന്ന പോലെ തന്നെ ഓരോ ദിവസം കൂടുന്തോറും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക, സീ ചേഞ്ച് സംഭവിച്ചുകൊണ്ടിരിക്കുക. അതെ. അപ്പൊ നമുക്ക് 1 by 1 ആയിട്ട് നമ്മളെ മെഷീൻസ് ഒക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. നമ്മുടെ ഈ മെഷീന്റെ ഫങ്ഷൻസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഇത് 6 feet, അതായത് 1.9 meter എക്കോസോൾവെന്റ് പ്രിന്റർ ആണ്. ഹെഡ് വരുന്നത് എപ്സൺ i3200 ഹെഡ് ആണ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾ അടിച്ചുകൊണ്ടിരിക്കുന്ന പ്രിന്റ് 4 pass പ്രിന്റ് ആണ്. നമ്മുടെ മെറ്റീരിയൽ വരുന്നത് ക്വാളിറ്റി ഉള്ള വിനയിലാണ് വരുന്നത്. ഇതിനകത്ത് 3 ഹീറ്റർ ആണ് വരുന്നത്. ഒന്ന് ഫ്രണ്ട് ഹീറ്റർ, മിഡിൽ ഹീറ്റർ, പിന്നെ ബാക്ക് സൈഡ് ഹീറ്റർ വരുന്നുണ്ട്. പിന്നെ ഡ്രൈയിങ് ഫാൻ വരുന്നുണ്ട്. റോൾ ആണ് വരുന്നത്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള പിഞ്ച് റോളർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടഡ് റെയിലാണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്ന ഇലക്ട്രോണിക്സ് ഹോസോൺ ആണ് വരുന്നത്. മെയിൻ ടോപ്പിന്റെ റിപ്പിംഗ് സോഫ്റ്റ്വെയർ ആണ് വിത്ത് പ്രൊഫൈലാണ് വരുന്നത്. ഇത് ഏകദേശം സ്പീഡ് പറയുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട്, അതായത് ഫെദർ ഇടാതെ അടിക്കുകയാണെങ്കിൽ നമുക്ക് 3 pass തന്നെ ഒരു 300 square feet വരെ നമുക്ക് അടിക്കാൻ പറ്റും. ബാക്ക് ലൈറ്റ്, വിനൈല്, അതുപോലെ ക്ലോത്ത്, ബാനർ എല്ലാം ഇതിനകത്ത് പ്രിന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്ന അടുത്ത മെഷീൻ സെഡ. ഇത് നേരത്തെ പറഞ്ഞ പോലെയല്ല, ഇത് എക്കോസോൾവെന്റ് അല്ല, ഇത് UV പ്രിന്റർ ആണ്. i3200 ഹെഡ് തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിന് പിഞ്ച് റോളർ, സ്ട്രോങ് ആയിട്ടുള്ള പിഞ്ച് റോളറാണ് വരുന്നത്. അതേപോലെ തന്നെ മീഡിയ സെൻസർ ഇതിനകത്ത് വരുന്നുണ്ട്. 2 സ്ട്രോങ് ആയിട്ടുള്ള 2 ലാമ്പുകൾ, അതും വാട്ടർ കൂളറാണ് വരുന്നത്. നമ്മൾ ഈ മെഷീൻ എന്ന് പറഞ്ഞാൽ സ്പെഷ്യലി ഫോർ ബാക്ക് ലൈറ്റ് പർപ്പസ് പ്രിന്റ് നമുക്ക് കസ്റ്റമേഴ്സിന് നമുക്ക് വാറണ്ടിയോട് കൂടി 5 വർഷം വാറണ്ടിയോട് കൂടെ ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതിന്റെ പ്രിന്റ് ഔട്ട് ആണ് ഈ കാണുന്നത്. നമുക്ക് നോക്കിയാൽ മനസ്സിലാകാൻ പറ്റും. ഇതൊക്കെ ഇതിലടിച്ച പ്രിന്റ് ആണിത്. ഇത് നമ്മളെ ബാക്കിൽ നിന്ന് ലൈറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ബ്രൈറ്റ്നെസ് ആണ് കിട്ടുക. ഇത് നമുക്ക് ഒരു 5 വർഷം വരെ ഈ പ്രിന്റ് നമുക്ക് ഫെയ്ഡ് ആവാതെ ഇതുപോലെ തന്നെ ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് പ്രിന്റുകളിൽ, അതായത് ഇപ്പോൾ നമ്മൾ 2 മെഷീൻ പരിചയപ്പെട്ടു, ബാക്കി നമ്മൾ ചെയ്യുന്ന മെഷീനുകളുടെ കുറിച്ച് ഡീറ്റെയിൽസ് പറഞ്ഞു. ഇനി ഈ മെഷീൻ നിന്നൊക്കെ വരുന്ന പ്രിന്റ് ഔട്ടുകൾ, ഇതിന്റെ പ്രൊഡക്ടിവിറ്റിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇത് ആദ്യം ഇവിടുന്ന് തുടങ്ങാം. ഇത് ബാക്ക് ലൈറ്റ് ആണ് വരുന്നത്. ബാക്ക് ലൈറ്റ് ഫിലിമാണ് വരുന്നത്. ഇത് നമ്മൾ UV നേരത്തെ പറഞ്ഞ ആ മെഷീനിൽ പ്രിന്റ് ചെയ്തതാണ്. ഇത് നമ്മളിങ്ങനെ ഒരു ബോർഡായിരിക്കും. നമ്മളിപ്പോൾ എന്തെങ്കിലും ഇവന്റോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രിന്റ് മാത്രം മാറ്റി കൊടുത്താൽ ഇതിങ്ങനെ ഗ്ലോ ആയിട്ട് നിൽക്കും. ഇപ്പോൾ നമ്മൾ ഒരു ഇവന്റ് കഴിഞ്ഞു, അടുത്ത ഇവന്റിന് വേറെ പോസ്റ്ററാണ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇത് മാറ്റി കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമുക്ക് വരുന്നത് പിന്നെ ഫോം ബോർഡ് പ്രിന്റിംഗ് ആണ്. ഇതിപ്പോൾ ഈ ഒരു ഗിറ്റാർ കണ്ട, അത് ഫോം ബോർഡാണ്. ഇതിൽ ഫോം ബോർഡിൽ നമ്മൾ ഡയറക്റ്റ് UV ഫ്ലാറ്റ് ബെഡിൽ പ്രിന്റ് ചെയ്തതാണ്. UV ഫ്ലാറ്റ് ബെഡിൽ പ്രിന്റ് ചെയ്തിട്ട് നമ്മളത് കറക്റ്റ് കൗണ്ടർ കട്ടിങ് ചെയ്തതാണ്. അതുപോലെ നമ്മൾ ചെയ്യുന്ന അടുത്ത മെഷീൻ എന്ന് പറയുന്നത് ഈ ലെറ്റർ മേക്കിംഗ്. ഇത് ലേസറിൽ കട്ട് ചെയ്തിട്ട് ഈ ചുറ്റും നമ്മൾ അലുമിനിയം ചാനൽ കൊണ്ടും അതല്ലെങ്കിൽ സ്റ്റീൽ കൊണ്ടൊക്കെ നമ്മൾ മോൾഡ് ചെയ്തെടുക്കും. 3D ഷേപ്പ് ആക്കി കൊടുക്കും. ഇത് നമ്മൾ ഒരു അഡ്വർടൈസിങ് ഫീൽഡിൽ അല്ലെങ്കിൽ ബോർഡ് വർക്കൊക്കെ ചെയ്യുന്ന അവർക്ക് ലെറ്റർ ആക്കി കൊടുക്കും. അതല്ലെങ്കിൽ നമ്മൾ മൊത്തം ഫിക്സ് ചെയ്ത് കൊടുക്കും. അങ്ങനെ 2 രൂപത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുപാട് ഡിസ്പ്ലേ ഐറ്റംസ്, ഇത് കണ്ട ഡിസ്പ്ലേ ഐറ്റംസ്,
ചെറിയ ചെറിയ പ്രൊമോഷന് വേണ്ടിയുള്ള ഡിസ്പ്ലേ ഐറ്റംസ്. ഇതിന്റെ ഒരു മിനിയേച്ചർ പോലെയാണ് ഇത്, കണ്ടോ? ഇതൊക്കെ നമ്മൾ UV പ്രിന്ററിൽ അടിച്ചതാണിത്. UV നമ്മളെ ഫിലിമിൽ അടിക്കുന്നതാണിത്. നമുക്കിപ്പോൾ ഇത് വേണ്ട വേറൊരു മാറ്റർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് UV റോളിൽ അടിക്കുക, ഇത് നേരെ പോസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ലൈറ്റിന്റെ കണക്ഷൻ കൊടുത്താൽ ഇത് ഗ്ലോ ആയിട്ട് കിട്ടും. പിന്നെ ഇതൊക്കെയാണ് ഒരുപാട് വെറൈറ്റി ലെറ്റേഴ്സ്. ഇതൊക്കെ ബാക്കിൽ നിന്ന് നമ്മൾ LED കൊടുത്തതാണ്. ഈ ഒരു ലെറ്റർ കണ്ട ഇതിൽ ഇങ്ങനെ പ്രിന്റ് വരുന്നത്, ഇതിൽ നമ്മൾ ഡയറക്റ്റ് UV ഫ്ലാറ്റ് ബെഡിൽ പ്രിന്റ് ചെയ്തിട്ട് ലെറ്റർ ഉണ്ടാക്കിയതാണ്. അതുപോലെ ഇത് നേരത്തെ കാണിച്ചു തന്നു. പിന്നെ ഇതൊക്കെ നമ്മൾ UV അടിച്ചിട്ട് LED വെച്ചിട്ടുള്ള സംഭവങ്ങളാണ്. സാൻഡ്വിച്ച് ബോർഡുകൾ, പിന്നെ ഇത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ബോർഡ് ഇങ്ങനെ ഹോൾസ് നിന്നിട്ട്, അതേപോലെ തന്നെ സൈഡിൽ അലുമിനിയം ചാനൽ വെച്ചിട്ട്, നേരത്തെ അവിടെ കണ്ടില്ലേ നമ്മൾ SS കണ്ടു, സ്റ്റെയിൻലെസ് സ്റ്റീൽ, ഇത് അലുമിനിയം ചാനലാണ്. നമ്മളെ ഷോപ്പിന് ആവശ്യമായ ഏത് ഡിസൈനും എങ്ങനെയുള്ള ഡിസൈനും വലിപ്പം പ്രശ്നമല്ല, വലിപ്പത്തിലും ഡിസൈനിലും ഒന്നും ഒരു പ്രശ്നമില്ല. ആ ലെറ്റർ സ്റ്റൈൽ ഇങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ ഇതുപോലെ 3D ലെറ്റർ ആക്കിയിട്ട് നമ്മുടെ ഷോപ്പിന് ഒരു നല്ലൊരു മൊഞ്ചുള്ള ബ്രാൻഡിങ് നെയിം ആക്കി കൊടുക്കും, നല്ല രീതിയിൽ ചെയ്തു കൊടുക്കും. അതും വാറണ്ടിയോട് കൂടി, മഴക്കാലത്ത് വെള്ളം ഇറങ്ങാതെ ദീർഘകാല ലൈഫോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. നമുക്ക് മെഷീൻ സപ്ലൈ വരുന്ന ഓഫീസ് ഇവിടെ കോഴിക്കോടാണ്. അതുപോലെ തന്നെ ഇത് ഫാക്ടറി ഒക്കെ വരുന്നത് മഞ്ചേരിയാണ്. മാത്രമല്ല നമുക്ക് പെരിന്തൽമണ്ണ, കോഴിക്കോടും പിന്നെ മഞ്ചേരി, കാസർഗോഡൊക്കെ പ്രൊഡക്ഷൻ യൂണിറ്റ് വേറെ ഉണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത്, പലരും വീഡിയോയിൽ പരാതി പറയും, മെഷീൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു പ്രൈസ് പറഞ്ഞില്ല എന്നുള്ളത്. നമ്മൾ ഈ 1.9 മീറ്റർ 6 ഫീറ്റ്, അതായത് 6 ഫീറ്റ് ഫുൾ റോള് കയറുന്ന എക്കോസോൾവെന്റ് പ്രിന്റർ നമ്മൾ ഇതുവരെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് 3,60,000 പ്ലസ് GST ആണ്. ഇപ്പോൾ ഈ എക്സിബിഷനിൽ ഓഫർ ഇട്ടിട്ടുള്ളത് 3,25,000 പ്ലസ് GST ആണ്. അതിനകത്ത് ട്രാൻസ്പോർട്ടേഷനും ഇൻസ്റ്റാളേഷനും ട്രെയിനിങ് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. ആ ജസ്റ്റ് പേയ്മെന്റ് കൊടുത്താൽ മതി, നമ്മളവിടെ സ്പോട്ടിൽ സാധനം എത്തിച്ചു തരും, അത് ഇൻസ്റ്റാൾ ചെയ്ത് തരും, പ്രിന്റ് ചെയ്ത് അതിന്റെ ടെക്നിക്കൽ വശങ്ങളും പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതാണ്. പിന്നെ പ്രത്യേകം ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ഈ പ്രൈസ് വരുന്നത് ഈ എക്സിബിഷൻ ഓഫർ പ്രൈസ് മാത്രമാണ്, ഒരിക്കലും മെഷീന്റെ പ്രൈസ് ഇതല്ല. ഈ ഒരു എക്സ്പോ ഈ വരുന്ന 6, 7, 8, 9 തീയതികളിൽ ബുക്ക് ചെയ്യുന്നവർക്കാണ് ഈ ഒരു ഓഫർ ഉണ്ടാവുക. ഈ മെഷീന്റെ പ്രൈസിലാണെങ്കിലും ആ മെഷീന്റെ പ്രൈസിലാണെങ്കിൽ ഈ ഓഫർ ഉണ്ടാവുക. ഇത് 3,400 പ്ലസ് GST, അത് 5,400 പ്ലസ് GST. പിന്നെ എക്സിബിഷൻ കഴിഞ്ഞിട്ട് നമ്മൾ മെഷീൻ്റെ സപ്ലൈയും സർവീസൊക്കെ ഉണ്ടാവും, പക്ഷേ ഈ പ്രൈസിന് ലഭിക്കൂല. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക. ഞാൻ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ഈ വരുന്ന 3 ദിവസങ്ങൾ, ഇന്ന് ഫസ്റ്റ് ഡേ ആണ്, 3 ദിവസങ്ങൾ എക്സിബിഷൻ സ്റ്റാൾ സന്ദർശിച്ചാൽ മതി. നൈൽ മാർക്കറ്റിംഗ്. ഇപ്പോൾ നമ്മളിവിടെ 2 മെഷീനാണ് ഡിസ്പ്ലേയിൽ വെച്ചത്. മാത്രമല്ല നിങ്ങൾക്ക് ഫ്ലാറ്റ് ബെഡിനെ കുറിച്ച് അറിയാൻ, അതേമാതിരി CNC റൗട്ടറിനെ കുറിച്ച്, ലേസർ കട്ടിങ് എൻഗ്രേവിങ്ങിനെ കുറിച്ചൊക്കെ അറിയാനെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാനുമായി ബന്ധപ്പെടുക. പിന്നെ മാത്രമല്ല, നിലവിൽ നിങ്ങൾ യൂണിറ്റ് പ്രവർത്തിപ്പിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ മെഷീനറീസിന് എന്തെങ്കിലും സ്പെയർ പാർട്സോ അല്ലെങ്കിൽ കംപ്ലൈൻറ്റോ സർവീസോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. എൻ്റെ നമ്പർ 9388736363. ഈ നമ്പറിൽ വാട്സപ്പ് ഉണ്ട്, അതല്ലെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. തീർച്ചയായിട്ടും നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിന് സൊല്യൂഷൻ തരാൻ പറ്റും. മാത്രമല്ല, പുതിയ മെഷീൻ്റെ എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, 9388736363. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.